ഹലോ, ഇന്നത്തെ നമ്മുടെ പുതിയൊരു ഡേ ഇൻ മൈ ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ രാവിലെ തന്നെ വിളക്ക് വെച്ചിട്ടുണ്ട്. ഇവിടെ മന്ദിരമുണ്ട്, ഇവിടെ അടുത്ത് തന്നെ മന്ദിരമാണ്. അപ്പോൾ രാവിലെ ഒരു 6:25 മുതൽ 6:40 വരെ വിളക്ക് വെക്കുന്ന ആ മന്ദിറിൽ ടൈം ആയതുകൊണ്ട് ഭജനയും ശംഖും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ആ ടൈമിലാണ് ഇവിടെയുള്ള അധികം ആൾക്കാരും വിളക്ക് വെക്കുക. അപ്പോൾ ഞാനും വിളക്ക് വെക്കുന്നത് 6:20 മുതൽ 6:40 വരെ ആ ഒരു ടൈമിലാണ്. അപ്പോൾ ഈ നമ്മുടെ ബാൽക്കണിയിലെ വാതിൽ തുറന്നിട്ടാകുമ്പോൾ ആടെയുള്ള സൗണ്ട് ഭജന കേൾക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ രാവിലെ വിളക്കെല്ലാം കഴിഞ്ഞ് രാവിലെ തന്നെ ഞാൻ ഈ ചെറുപയർ ഇങ്ങനെ ഇതിൽ അരിപ്പയിലിട്ടിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ എന്താ പറയുക, മുളപ്പിക്കാൻ വെച്ചതിന് ശേഷം കുറച്ചൊന്ന് വറുക്കാൻ വേണ്ടിയിട്ട് അരിപ്പയിലിട്ടിട്ട് വെച്ചത്. അങ്ങനെ അതിൽ കുറച്ച് വേരെല്ലാം വന്നിട്ട് അങ്ങനെ പൊന്തി വന്നിട്ടുണ്ട്. അത് വറുക്കണം. കുറച്ച് ദിവസമായിട്ട് നമ്മൾ യൂട്യൂബിലെല്ലാം കാണുന്ന ഒരു വീഡിയോ ആണ്, ഒരു ഇൻഫ്ലുവൻസറിന് ഇപ്പോൾ എല്ലാവരെയും കൂടിയിട്ട് എയറിലാക്കിയിട്ടുള്ള അതിനെല്ലാം ന്യായീകരിച്ചിട്ട് മൂപ്പത്തി പിന്നെയും ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. ഒരു 6-5 കൊല്ലം മുന്നേ ഇതുപോലെ യൂട്യൂബേഴ്സ് പറഞ്ഞ കാര്യങ്ങളെല്ലാം ട്രൈ ചെയ്തിട്ട് ഹെയറിലും ഫേസിലും നല്ല പണി കിട്ടിയത് കൊണ്ട് ഞാനൊരു മുന്നേ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇതുപോലെ ഇവർ യൂട്യൂബേഴ്സ് പറഞ്ഞത് ഉപയോഗിച്ചിട്ട് പണി കിട്ടിയ ആളാണ് ഞാൻ എന്ന്. ഏതെങ്കിലും ഒരു കാലത്ത് എൻ്റെ ചാനൽ മോണിറ്റൈസ് ആണെന്നാണെങ്കിൽ ഞാൻ ഹെയറിനും ഫേസിനും ഉള്ള ഒരു പ്രൊമോഷനും നടക്കില്ല. കാരണം ഇതുപോലെ ഞാൻ വിശ്വസിച്ചിട്ടുള്ള യൂട്യൂബിൽ വീഡിയോ കണ്ടിട്ട് വിശ്വസിച്ചിട്ടുള്ള യൂട്യൂബേഴ്സിൻ്റെ പ്രൊമോട്ട് ചെയ്യുന്ന കാര്യങ്ങൾ വാങ്ങിയിട്ട് പണി കിട്ടിയത് കൊണ്ട് തന്നെ യൂട്യൂബേഴ്സ് പൈസ വാങ്ങിയിട്ട് പ്രൊമോട്ട് ചെയ്യുന്ന സാധനങ്ങൾ നമ്മൾ വാങ്ങിയിട്ട് പണി കിട്ടിയിട്ട് ഡബിൾ പൈസ നമ്മൾ ഹോസ്പിറ്റലിൽ കൊടുക്കുന്നതിനേക്കാണ് ഏറ്റവും നല്ലതാണ് നല്ല ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കണ്ടിട്ട് നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾ പറയുക, നമ്മുടെ പ്രശ്നങ്ങൾ പറയുക, എന്നിട്ട് അതിനുള്ള മെഡിസിൻ എടുക്കുക. അല്ലെങ്കിൽ ഇപ്പോൾ ഹോസ്പിറ്റലിലെല്ലാം ക്ലിനിക്കിലേക്ക് പോകാൻ മടിയുള്ളവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ഓൺലൈൻ കൺസൾട്ടൻ്റ് ഉണ്ടല്ലോ, അപ്പോൾ അങ്ങനെ വേണ്ടിയിട്ട് നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. ഞാനിപ്പോൾ എൻ്റെ 4 കൊല്ലമായിട്ട് ഞാൻ നാട്ടിൽ നിന്ന് ഇപ്പോൾ ഫസ്റ്റ് മുംബൈയിലേക്ക്, ഇപ്പം ഗുജറാത്തിലേക്ക്, അങ്ങനെ 4 വർഷമായിട്ട് ഇങ്ങനെ മാറി നിൽക്കുന്നത് കൊണ്ട് മഴയത്തും തണുപ്പത്തും എല്ലാം എൻ്റെ ഈ ലിപ്പിൻ്റെ മേലെ ചുണ്ടിൻ്റെ മേലെയെല്ലാം ഒരു വരൾച്ച, ഇങ്ങനെ വരണ്ടിട്ട് ഇങ്ങനെ വെളിഞ്ഞിട്ട് സൈഡിൽ നിന്നെല്ലാം ഇങ്ങനെ പൊട്ടി വേർക്കുമ്പോൾ മുഖം കഴുകുമ്പോൾ എല്ലാം ആണെങ്കിൽ ഒരു നീറ്റിലെല്ലാം അനുഭവപ്പെടുന്നുണ്ട്. ആദ്യം ഞാൻ കറ്റാർ വാഴ തേച്ച് നോക്കി, കുറച്ച് നാൾ കറ്റാർ വാഴ തേച്ച് നോക്കി മാറ്റമില്ല, വെളിച്ചെണ്ണ തേച്ച് നോക്കി മാറ്റമില്ല, അതുപോലെ നല്ല വീട്ടിലാക്കിയ നെയ്യ് എടുത്തിട്ട് പറ്റി നോക്കി മാറ്റമില്ല. അങ്ങനെ ഒരു മാറ്റം, ഇടയ്ക്കിടയ്ക്ക് മുഖം കഴുകാന്നല്ലാണ്ട് 10 മിനിറ്റ് മുഖം കഴുകാന്നല്ലാണ്ട് വേറെ ഒന്നും ചെയ്യാനില്ല. അവസാനം സഹികെട്ടിട്ട് ഇപ്പാണ് ഞാൻ ഒരു ഡോക്ടറെ കണ്ട് ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ മെസ്സേജ് അയച്ച് ചോദിച്ച്, ഡോക്ടർ ഇങ്ങനെ പ്രശ്നമുണ്ട്, അപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞ് സെറ്റാഫിലിൻ്റെ മോയ്സ്ചറൈസിങ് ക്രീം യൂസ് ചെയ്താൽ മതി. എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും പറ്റുന്നതാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. പക്ഷേങ്കിൽ എനിക്ക് തോന്നുന്നില്ല എല്ലാ പ്രൊഡക്റ്റും എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും പറ്റുന്നുള്ള കാര്യം ഒരിക്കലും ഉറപ്പ് പറയാൻ പറ്റില്ല. ഓരോരുത്തരുടെ സ്കിന്നിൻ്റെ ടൈപ്പിനനുസരിച്ചിട്ട് പ്രൊഡക്റ്റും മാറ്റം ഉണ്ടാവും, അതിൽ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസും മാറ്റം ഉണ്ടാവും. പക്ഷേ എനിക്ക് ഇത് വർക്കായിട്ട് തോന്നിയിട്ടുണ്ട്. ഇച്ചിരി ഒന്ന് വേർക്കുന്ന സമയത്ത് ഒരു മേലെ എന്തെങ്കിലും ഒരു ഫീൽ ഉണ്ടാവുന്നല്ലാണ്ട് എൻ്റെ ഈ എരിച്ചലിനും പോച്ചനെല്ലാം നല്ല മാറ്റമുണ്ട്. പരമാവധി കെമിക്കൽ ചേർത്തിട്ടുള്ള സാധനം മുഖത്തും തലയിലും തേക്കാണ്ടിരിക്കുക. അവസാനം കിഡ്നി പോയി കരൾ പോയി എന്ന് പറഞ്ഞൊന്നും ഒരു കാര്യമില്ല. 1 വർഷം ഞാനൊരു പൗഡർ പോലും ഇടയില്ല. കൺമഷി ഇടും, ഒരു സിന്ദൂരം വെക്കും, ചൊട്ടയും വെക്കും. അതുപോലെ ഈ ഒരു മോയ്സ്ചറൈസിങ് ക്രീം അത് എപ്പോൾ ഇല്ല, രാത്രി കിടക്കുന്ന സമയത്ത് എൻ്റെ മുഖത്തൊന്ന് ടൈറ്റഡായിട്ട് ഫീൽ ചെയ്യുന്ന ടൈമിൽ മാത്രമേ ഞാൻ യൂസ് ചെയ്യൂ. ഇപ്പോൾ 1 മാസം ഞാൻ ഇത് യൂസ് ചെയ്തിട്ട് ആ ഒരു ടൈമിൽ മാത്രമേ മുഖമെല്ലാം വല്ലാണ്ട് വെരിഞ്ഞ് പിടിക്കുന്ന ആ ഒരു ടൈമിൽ മാത്രമേ ഞാൻ ഇത് യൂസ് ചെയ്യുള്ളൂ. അപ്പോൾ പറഞ്ഞു വന്ന ഇത്രയേ ഉള്ളൂ. യൂട്യൂബേഴ്സ് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്കത് വാങ്ങണം, യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങളത് ഗൂഗിളിലോ യൂട്യൂബിലോ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയിട്ട് ഡോക്ടർമാർ റെക്കമെൻഡ് ചെയ്യുന്നുണ്ടോ നോക്കുക. കുറേ ഡോക്ടർമാരെ വീഡിയോസ് നോക്കുക. ആ ഒരു സാധനം അവർ വീഡിയോ ചെയ്തിട്ടുണ്ടോ, എത്ര ശതമാനം അവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം നോക്കിയിട്ട് മാത്രം നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. പണി വേണമെന്നുള്ളവർ മാത്രം ഇതുപോലെ പറയുന്നത് സ്പോട്ടിൽ തന്നെ പോയി വാങ്ങുക, ഉപയോഗിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. ഹൈപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടല്ലോ, ഇപ്പോൾ ഹൈപ്പും കൂടി ചെയ്ത് കൊടുക്കുക.